വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡുകളിലേക്ക് ലോകം എമ്പാടുമുള്ള ബ്ലെസ്സിങ് ടുഡേ വ്യൂവേഴ്സിനെ ഈ സമയത്ത് പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിന് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, മുംബൈയിൽ നിന്നുള്ള വെൽവിഷർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൻ്റെ മകളുടെ വിവാഹം ഓഗസ്റ്റ് അവസാന ആഴ്ചയിൽ വളരെ നല്ല രീതിയിൽ നടക്കുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, തൻ്റെ ഭാര്യയുടെ ഡയബറ്റീസിൽ നിന്ന് പരിപൂർണമായ സൗഖ്യം അങ്ങ് നൽകണമേ. മുംബൈയിൽ നിന്ന് തന്നെയുള്ള ശ്രീജ പ്രദീപിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു സ്വന്തമായ ഭവനം കർത്താവെ അങ്ങ് കൊടുക്കണമേ. കേരളത്തിൽ ആ സ്വന്തമായ ഭവനത്തോടൊപ്പം ഒരു ഗരാജ് കൂടെ ലഭിക്കുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, ദൈവിക സമാധാനത്തിലുള്ളൊരു ജീവിതം അങ്ങ് നൽകണമേ. രാജസ്ഥാനിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരിയുടെ എല്ലാ രോഗങ്ങളിൽ നിന്നും പരിപൂർണ സൗഖ്യം കർത്താവ് നൽകണമേ. ഒരു സ്വന്തം ഭവനം കർത്താവെ അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മുംബൈയിൽ നിന്ന് തന്നെയുള്ള സാംസിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായും എപ്പിലെപ്സിയിൽ നിന്നും സൗഖ്യം അങ്ങ് നൽകണമേ. കുടുംബത്തിൽ ഐക്യതയുണ്ടാകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവിക സമാധാനത്താൽ ഈ കുടുംബത്തെ അങ്ങ് നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പത്തനാപുരത്തു നിന്നുള്ള AJ ചെറിയാന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാലറി ഇൻക്രിമെൻ്റ് ഉണ്ടാകാനും സഹോദരിയുടെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും അങ്ങ് സഹായിക്കണമേ. ഇന്നത്തെ ഓരോ സ്പോൺസറേയും അങ്ങയുടെ നാമത്തിൽ ഈ സമയത്ത് ഞങ്ങൾ അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. വിവാഹിതരായ എല്ലാവർക്കും വേണ്ടി ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ഹാപ്പി ഹോംസ് ഫാമിലി കോൺഫറൻസ്. All the husbands should be great givers, just like Jesus is the supreme giver. എല്ലാ ഭാര്യമാരും വീടിനെ പണിയുന്ന കാര്യത്തിൽ പ്രത്യേകമായ നൈപുണ്യമുള്ളവരായിരിക്കണം. ആഗസ്റ്റ് 14 വെള്ളിയാഴ്ച രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ കൊച്ചി ബ്ലെസ്സിംഗ് സെന്ററിൽ വെച്ച്. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ദമ്പതിമാർ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് തൊട്ടടുത്ത് നിൽക്കുന്ന സഹോദരൻ്റെ പേര് നോബിൾ എന്നാണ്. തൻ്റെ അനിയനാണ് തൻ്റെ സമീപത്ത് നിൽക്കുന്നത്. ഈ നോബിൾ എന്ന് പറയുന്ന മകൻ 2.5 വർഷമായിട്ട് IELTS എക്സാം എഴുതുവാൻ വേണ്ടി താൻ പലതവണ എഴുതി. 8 തവണ എഴുതിയിട്ടും താൻ പാസ്സായില്ല. ഏകദേശം 2.5 വർഷമായി താൻ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതിനിടയിൽ തൻ്റെ കൂടെ പഠിക്കുന്ന പല വിദ്യാർത്ഥികളെയും ഇതേ പ്രായത്തിലുള്ള ആളുകളെ താൻ ഇവിടെ കൊണ്ടുവന്നു പ്രാർത്ഥിച്ചു. അവരൊക്കെ ജയിച്ചുപോയി. ഒരു പ്രാവശ്യം ഒരു വലിയൊരു ബാച്ചായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഇദ്ദേഹം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിച്ച് അവർക്കെല്ലാം IELTS കിട്ടി. 8 പ്രാവശ്യം ചെയ്തിട്ടും കിട്ടിയില്ല. താൻ പറഞ്ഞു വളരെ പ്രതീക്ഷയോടെ എഴുതിയ എക്സാമുകൾ ഉണ്ടായിരുന്നു. കാരണം വളരെ കോൺഫിഡൻ്റ് ആയിട്ട് താൻ എഴുതി. തീർച്ചയായിട്ടും ഈ തവണ ഞാൻ ജയിക്കും. അത്രയും നല്ലവണ്ണം എഴുതിയ എക്സാമിലെല്ലാം താൻ പരാജയപ്പെട്ടു പോയി. എന്നാൽ കഴിഞ്ഞ തവണ ബ്രദർ രാമിൻ്റെ അടുക്കൽ വന്ന് താൻ പ്രാർത്ഥിച്ചപ്പോൾ ഈ പെൻസിൽ വെച്ചാണ് ഈ എക്സാം ചെയ്യുന്നത്. അപ്പോൾ ആ പെൻസിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചിട്ട് താൻ മടങ്ങിപ്പോയി. ഈ തവണ കർത്താവെ എനിക്ക് ജയിച്ചേ പറ്റൂ. ഇതിന് മുൻപ് താൻ ചെയ്ത് തൻ്റെ പ്രെയർ ഡയറിയിൽ തനിക്ക് കിട്ടേണ്ട 9ലാണ് ഇതിൻ്റെ മാർക്ക് ഇടുന്നത്. 9-ൽ 7 എല്ലാ സബ്ജക്റ്റിനും വേണം. താൻ അതുപോലെ എഴുതി വെച്ചു. ചിലതിന് 7 എഴുതി, ചിലതിന് 7.5 എഴുതി വെച്ചു. താൻ പക്ഷേ കുറേ നാൾ പ്രാർത്ഥിച്ചു. താൻ പിന്നീട് അത് മറന്നുപോയി. എന്നാൽ ഈ തവണത്തെ എക്സാം, അതായത് 9ാമത്തെ എക്സാം ഏറ്റവും ടഫായിരുന്നു. താനത് കംപ്ലീറ്റ് ചെയ്തില്ല. സ്പീക്കിങ്ങിൻ്റെ സമയത്ത് തന്നോട് സംസാരിച്ച ആ വ്യക്തിയുമായി സംസാരിക്കാൻ പറ്റാതെ താൻ വെട്ടി വേർക്കാൻ തുടങ്ങി. ഒരു വിധത്തിലാണ് താൻ അവസാനിപ്പിച്ചത്. മാത്രമല്ല, റൈറ്റിങ്ങിൽ തനിക്ക് എസ്സേ ഉണ്ടായിരുന്നു. ആ എസ്സേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. താൻ വളരെ ടെൻസ്ഡായി. താൻ പറഞ്ഞു ഇതുവരെ എഴുതിയതിൽ ഏറ്റവും മോശമായിട്ടും ഏറ്റവും ടഫായിട്ടുള്ള എക്സാം ആയിരുന്നു ഈ പ്രാവശ്യം. എന്നാൽ റിസൾട്ട് വന്നപ്പോൾ ആവശ്യമുള്ള മാർക്കിനേക്കാൾ കൂടുതൽ മാർക്കോടുകൂടി വിജയിച്ചിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്.
മറ്റുള്ളവർക്ക് വേണ്ടി ഓടി നടക്കുമ്പോൾ എങ്ങനെയെങ്കിലും നമ്മളെ കർത്താവ് പ്രൊമോട്ട് ചെയ്തിരിക്കും. താൻ പറയുന്നത് പ്രയർ ഡയറിയിൽ അന്ന് എഴുതി വെച്ച അതേ സ്കോറുകളാണ് തനിക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത്. അന്ന് എഴുതി വെച്ച അതേ സ്കോറുകൾ കിട്ടി. യെസ്, ഗ്രേറ്റ്. കൈകൾ ഉയർത്തി യേശുവിന് നന്ദി പറയാം. കർത്താവ്, ഈ യുവാവിന് വേണ്ടി കർത്താവ് ചെയ്ത മഹാത്ഭുതങ്ങൾക്കിനായി നന്ദി പറയും. ഞങ്ങളിത് പറയുമ്പോൾ, ഈ സാക്ഷിയുടെ പ്രസ്താവിക്കുമ്പോൾ ഇത് കേൾക്കുന്ന പലരുമുണ്ട്. കർത്താവ് യേശുവിൻ്റെ ജയത്തിൻ്റെ ആത്മാവ് അവരുടെ മേൽ കൂടെ വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവർക്കും ജയം കൊടുക്കണമേ. ഈ വാക്കന്മാർ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ചയക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. Today's message title is Happy Homes. ഇന്നത്തെ സന്ദേശത്തിന്റെ തലക്കെട്ട് ഇതാണ്, സന്തുഷ്ട കുടുംബങ്ങൾ. Write down. എല്ലാവരും എഴുതിയെടുക്കുക. Let's read verse 18, Colossians 3. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 18-ാമത്തെ വചനം നമുക്ക് വായിക്കാം. Wives, all wives, lift your hands. Where are you? ഭാര്യമാരെല്ലാവരും, ഭാര്യമാരായിട്ടുള്ളവർ ഒന്ന് കരങ്ങൾ ഉയർത്താമോ? God wants to speak to you. ഇന്ന് ദൈവം നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. Priority goes to you here today. ഇന്ന് നിങ്ങൾക്കാണ് ഒരു മുൻഗണന. God wants to speak to all the wives. ദൈവം ഇന്ന് സകല ഭാര്യമാരോടും സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. What is he saying? എന്താണ് വചനം പറയുന്നത്? Wives, submit yourselves to your husbands. ഭാര്യമാരെ, കർത്താവിൽ യോഗ്യമാം വിധം നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കും. As it is fitting in the Lord. Verse number 19. Husbands, ഭർത്താക്കന്മാരെ, where are you husbands? എവിടെ ഭർത്താക്കന്മാരെവിടെ? Wave your hands. നിങ്ങളുടെ കൈ ഒന്ന് വീശി കാണിച്ചേ. Where are you out there? എവിടെയുണ്ട് നിങ്ങൾ? God wants to speak to all the husbands today. ദൈവം ഇന്ന് സകല ഭർത്താക്കന്മാരോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. What is he saying? എന്താണ് ദൈവം പറയുന്നത്? Love your wives and do not be harsh with them. നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുവിൻ, അവരോട് കയ്പായി ഇരിക്കരുത്. Verse number 20. Children, 20-ാമത്തെ വചനം, മക്കളെ, obey your parents in everything, for this pleases the Lord. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിലും അനുസരിപ്പിൻ, അത് കർത്താവിന് പ്രസാദമല്ലോ. Verse number 21. 21. Fathers, പിതാക്കന്മാരെ, where are you fathers? Lift your hands. എവിടെ? അപ്പന്മാരെവിടെ? കരങ്ങളൊന്ന് ഉയർത്തിയേ. Fathers, do not embitter your children or they will become discouraged. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കൾ മനസ്സു തളർന്നവരാകാതിരിക്കേണ്ടതിന് അവരെ കോപിപ്പിക്കരുത്. Paul is entering into some more practical Christian life, everyday Christian life. ഇവിടെ പൗലോസ് ഒരു ക്രിസ്ത്യാനിയുടെ ദൈനംദിന ജീവിതത്തിലെ പ്രായോഗിക വശങ്ങളിലേക്ക് ഇവിടെ കടക്കുകയാണ്. Christian or Christianity is not a religion. ഒരു ക്രിസ്ത്യാനി എന്നത് അല്ലെങ്കിൽ ക്രിസ്ത്യാനിത്വം എന്നുള്ളത് ഒരു മതമല്ല. Christianity is an in Christ experience. ക്രിസ്ത്യാനി എന്നുള്ളത് ക്രിസ്തുവിലുള്ള ഒരു അനുഭവമാണ്. So when we are in Christ, നമ്മൾ ക്രിസ്തുവിൽ ആകുമ്പോൾ that changes individuals first. അത് ആദ്യം ഓരോ വ്യക്തികളെയും രൂപാന്തരപ്പെടുത്തുന്നു. Then it changes families. അതിനുശേഷം അത് കുടുംബങ്ങളെ മാറ്റുന്നു. It changes the behavior of husbands, wives and children. അത് ഒരു ഭർത്താവിന്റെയും ഭാര്യയുടെയും മക്കളുടെയും പെരുമാറ്റ രീതികളെ മാറ്റുന്നു. So when Paul is writing this, അത് പൗലോസ് ഇവിടെ ഇത് എഴുതുമ്പോൾ he is addressing different members of a family. ഇവിടെ പൗലോസ് ഒരു കുടുംബത്തിലെ വ്യത്യസ്ത അംഗങ്ങളെ താൻ അഭിസംബോധന ചെയ്യുകയാണ്. And he is giving short pieces of advice. ഒരു ചെറിയ രീതിയിൽ അവർ ചുരുക്കത്തിൽ അവർക്കെല്ലാം ഉപദേശം നൽകുകയാണ് അദ്ദേഹം. When he was writing this, അദ്ദേഹം ഇത് എഴുതുമ്പോൾ the cultural background, the religious background was a little horrible. അവിടെയുള്ള ആളുകളുടെ മതപരമായ പശ്ചാത്തലവും സംസ്കാര പശ്ചാത്തലവും ഒരു ഭയാനകമായിരുന്നു. In those days, in first century, in a family, in a home,
wife was the property or the possession of the husband. അന്നത്തെ കാലഘട്ടത്തിൽ ഒന്നാം നൂറ്റാണ്ടിൽ ഭാര്യ എന്നുള്ളത് ഭർത്താവിന്റെ വകയായിരുന്നു, സ്വത്തായിരുന്നു. Meaning അതിന്റെ അർത്ഥം just like he had animals in the stall, he had wives at home. അതിന്റെ അർത്ഥം ഇതാണ്, അന്നത്തെ കാലഘട്ടത്തിൽ ഒരാൾക്ക് ഒത്തിരി കന്നുകാലികൾ ഉണ്ടായിരിക്കുന്നത് പോലെ തന്നെ നിരവധി ഭാര്യമാരുണ്ടായിരിക്കും. So kannugalis out there in the തൊഴുത്ത് and wives inside home. That's all. കന്നുകാലികൾ തൊഴുത്തിൽ പാർപ്പിച്ചിരിക്കുന്നു, ഭാര്യമാർ വീടിനകത്ത്. And wives were equal to animals used for different purposes. That's all. വ്യത്യസ്തമായ ഉപയോഗമാണെന്നേ ഉള്ളൂ. കന്നുകാലികളുടെ പോലെ തന്നെയാണ് അവർ ഭാര്യമാരെ ട്രീറ്റ് ചെയ്തിരുന്നത്. A husband could divorce any wife anytime. ഒരു ഭർത്താവിന് ഒരു ഭാര്യ ഏത് സമയത്തും അന്ന് വിവാഹമോചനം നേടാമായിരുന്നു. A wife had only duties and no privileges. അന്ന് ഭാര്യമാർക്ക് കർത്തവ്യങ്ങൾ ചെയ്യാനുള്ള കുറെ കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അവർക്ക് മറ്റ് അർഹതകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. And at home they had many children. വീട്ടിൽ ഒത്തിരി കുഞ്ഞുങ്ങളുണ്ടായിരിക്കും. And the father of the family could do anything he wanted to do with the children. മാത്രമല്ല ആ പിതാവിന് തന്റെ മക്കളെ എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ ചെയ്യാനുള്ള രീതിയിലുള്ള അധികാരമുണ്ടായിരുന്നു. The father doesn't like the second son. രണ്ടാമത്തെ കുഞ്ഞിന് ഇഷ്ടമല്ലെങ്കിൽ he could sell the boy out in slavery. ആ കുഞ്ഞിനെ വേണമെങ്കിൽ അടിമയായിട്ട് വിൽക്കാമായിരുന്നു. The father does not like the third one. മൂന്നാമത്തെ കുഞ്ഞിന് ഇഷ്ടമല്ല. He did some offense. ചില കുരുത്തക്കേട് ചെയ്തു. He could kill that boy. ആ കുഞ്ഞിനെ കൊല്ലാം. Nobody would question. ആരും ചോദ്യം ചെയ്യുകയില്ല. That was the cultural background. അതായിരുന്നു അവരുടെ സംസ്കാര പശ്ചാത്തലം. Children had only duties and no privileges and rights. കുഞ്ഞുങ്ങൾക്ക് ചെയ്യുവാനായി കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അവർക്ക് യാതൊരു അർഹതകളോ സൗഭാഗ്യങ്ങളോ ഉണ്ടായിരുന്നില്ല. Now Paul is saying, ഇവിടെ പൗലോസ് പറയുകയാണ്, hey families, കുടുംബങ്ങളെ, fathers, mothers, പിതാക്കന്മാരെ, അമ്മമാരെ, wives, husbands, children, ഭാര്യമാരെ, ഭർത്താക്കന്മാരെ, കുഞ്ഞുങ്ങളെ, now you are in Christ. ഇപ്പോൾ നിങ്ങൾ ക്രിസ്തുവിലായിരിക്കുന്നു. You cannot live like you lived before. നിങ്ങൾ ഇതിനു മുൻപ് ജീവിച്ചതുപോലെ ജീവിക്കുവാൻ സാധ്യമല്ല. I am giving you some New Testament principles. ഞാനിതാ പുതിയ നിയമ തത്വങ്ങൾ നിങ്ങൾക്ക് നൽകുകയാണ്. And he is writing. പൗലോസ് എഴുതുകയാണ്. He is writing. അദ്ദേഹം എഴുതുകയാണ്. He says each member of the family has rights and responsibilities. അദ്ദേഹം പറയുന്നു എല്ലാ കുടുംബാംഗങ്ങൾക്കും അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളുമുണ്ട്. And there should be mutual respect among the members of the family. മാത്രമല്ല കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിൽ പരസ്പര ബഹുമാനം വേണം. And all these relationships are in the Lord. ഈ എല്ലാ ബന്ധങ്ങളും കർത്താവിലാകുന്നു. So in the Lord laws are changing. കർത്താവിലേക്ക് വരുമ്പോൾ നിയമങ്ങൾ മാറുന്നു. പറഞ്ഞേ, കർത്താവിലേക്ക് ആകുമ്പോൾ നിയമങ്ങൾ മാറുന്നു. I'm going to show you a model family here. ഇവിടെ ഒരു മാതൃകാ കുടുംബത്തെ നിങ്ങളെ ഞാൻ ചിത്രീകരിക്കുന്നു. Come. Welcome sir, welcome. വന്നാലും. This is your seat. Sit down. Alan, who is taller? ആരാണ് ഏറ്റവും പൊക്കമുള്ളത്? Come here. What's your name? Alina. She is also very beautiful. വളരെ സുന്ദരിയാണ് മകളും. കരങ്ങളെ അടിക്കാം. Wonderful family. മനോഹരമായ ഫാമിലി. Hallelujah. ഹല്ലേലൂയ. I need one more person. Mr. Roy. Look here. Husband, ഭർത്താവ്, wife, ഭാര്യ, children. കുട്ടികൾ. The Bible says, in a Christian home, Christ is the head. വചനം പറയുന്നു ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ക്രിസ്തുവാണ് തല. Beautiful. Wonderful. Christ is the head of the entire family.
ക്രിസ്തുവാണ് ഈ മുഴു കുടുംബത്തിന്റെയും ശിരസ് എന്നുള്ളത്. Now, imagine you are sitting on stage like this, your family. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ കുടുംബം ഇതുപോലെ സ്റ്റേജിലേക്ക് ഇരിക്കുകയാണ്. And Christ is there supervising, ക്രിസ്തു അതിന് മുകളിലായി ഉണ്ട്, എല്ലാ കാര്യങ്ങളും നോക്കി നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ചുകൊണ്ട്. That is a Christian family. അത് ഒരു ക്രിസ്തീയ കുടുംബമാണ്. കുറച്ചേരത്തെ കൈ താഴെ ഇട്ടോ, ഇനി പോകാം. Now let's go. A family involves a lot of things. ഒരു കുടുംബം എന്ന് പറയുന്നത് ഒത്തിരി കാര്യങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. Relationships, ബന്ധങ്ങൾ, attitudes, മനോഭാവങ്ങൾ, behaviors, പെരുമാറ്റ രീതികൾ, interactions, പരസ്പര ആശയവിനിമയം, give and take, അങ്ങോട്ട് കൊടുക്കുക, cultural things, സാംസ്കാരികപരമായ കാര്യങ്ങൾ, religious things, മതപരമായ കാര്യങ്ങൾ, spiritual things, ആത്മീക കാര്യങ്ങൾ. So many things are involved, even if it is a little group. ഇതൊരു ചെറിയ ഒരു ഗ്രൂപ്പ് ആണെങ്കിലും ഒത്തിരി കാര്യങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. And the word of God is giving very strong, crystal clear instructions so that this family will remain in unity and in blessing forever. ദൈവത്തിൻ്റെ വചനം ഈ കുടുംബത്തിനു വേണ്ടി വളരെ വ്യക്തമായ ചില തത്വങ്ങളും നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. അങ്ങനെ അതിനെ പിന്തുടർന്ന് ഇവർക്ക് അനുഗ്രഹത്തിൽ തന്നെ വസിക്കുവാൻ കഴിയും. If they obey these principles, അവർ ഈ കൽപ്പനകൾ അനുസരിച്ചാൽ there will not be any family breakdown. അവർ ഇതിലൂടെ പോവുകയാണെങ്കിൽ ഈ കുടുംബം തകർക്കപ്പെടുകയില്ല. Say, look. നോക്കിയാലും See, usually when we look from these eyes, we see only 4 people. നമ്മൾ സാധാരണയായി നമ്മുടെ മാനസിക കണ്ണുകളിലൂടെ നോക്കുമ്പോൾ ഈ 4 ആളുകളെ കാണുന്നുള്ളൂ. അപ്പൻ, അമ്മ, മക്കൾ. Only 4 people. 4 ആളുകൾ. But there is an invisible member in the family. പക്ഷേ അദൃശ്യനായ ഒരു വ്യക്തി കൂടി ആ കുടുംബത്തിലുണ്ട്. Not only in this family, in every family there is Christ reigning in home. ഈ കുടുംബത്തിൽ മാത്രമല്ല എല്ലാ കുടുംബങ്ങളിലും അദൃശ്യനായ ക്രിസ്തു അവിടെ വാഴുന്നുണ്ട്. And such a family is called Christ-centered family. ഇതുപോലുള്ള കുടുംബങ്ങളെ വിളിക്കുന്ന പേരാണ് ക്രിസ്തു കേന്ദ്രീകൃത കുടുംബങ്ങൾ. പറഞ്ഞേ, ക്രിസ്തു കേന്ദ്രീകൃത കുടുംബങ്ങൾ. ഒച്ചത്തിൽ പറ മക്കളെ. ക്രിസ്തു കേന്ദ്രീകൃത കുടുംബങ്ങൾ. Christ-centered family. ക്രിസ്തു കേന്ദ്രീകൃത കുടുംബങ്ങൾ. In a Christ-centered family, there will be a scriptural foundation. ക്രിസ്തുവുള്ള ഈ കുടുംബത്തിൽ വചനത്തിന്റെ ഒരു അടിസ്ഥാനം ഉണ്ടായിരിക്കും. Christian principles will be their principles. ക്രിസ്തീയ തത്വങ്ങൾ അവരുടെ തത്വങ്ങളായിരിക്കും. See, the principles of the word generations cannot change. ദൈവത്തിന്റെ വചനത്തിന്റെ തത്വങ്ങൾ തലമുറകൾക്ക് മാറ്റുവാൻ കഴിയുകയില്ല. Culture cannot change the principles of the word. ദൈവവചന തത്വങ്ങൾ സംസ്കാരങ്ങൾക്ക് മാറ്റുവാൻ കഴിയുകയില്ല. Now, if your family should become a Christ-centered family, it's not enough that one person decides to do that. Every member of the family should become Christ-centered. നിങ്ങളുടെ കുടുംബം ക്രിസ്തു കേന്ദ്രീകൃത കുടുംബമായി മാറണമെങ്കിൽ ഒരാൾ മാത്രം വിചാരിച്ചാൽ പോരാ. കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും അത് ക്രിസ്തു കേന്ദ്രീകൃതമാകുവാൻ തീരുമാനിക്കണം. Hallelujah. Hallelujah. Galatians 3 verse number 28 says, ഗലാത്യ ലേഖനം 3-ാം അധ്യായം 28-ാമത്തെ വചനം, there is neither male or female, for you are all one in Christ. ക്രിസ്തുവിൽ സ്ത്രീ എന്നോ പുരുഷനോ ഇല്ല, നിങ്ങൾ എല്ലാം ക്രിസ്തുവേശുവിൽ ഒന്നത്രേ. Hallelujah. Hallelujah. See, there are 2 sexes here, male and female. ഇവിടെ 2 ലിംഗത്തിലുള്ളവരുണ്ട്, സ്ത്രീയും പുരുഷനുമുണ്ട്. But in Christ there is no sex difference. പക്ഷേ ക്രിസ്തുവിലാകുമ്പോൾ അവിടെ ലിംഗവ്യത്യാസമില്ല. Look here. നോക്കിയാലോ, You are all one in Christ. നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാകുന്നു. Each one is important. എല്ലാവരും അവിടെ പ്രാധാന്യമുള്ളവരാണ്. Not only the head, ആ തല മാത്രമല്ല, the wife, the children, everyone is honorable, precious, important to God. ആ ഭർത്താവ് മാത്രമല്ല, ഭാര്യയും മക്കളും എല്ലാവരും ദൈവം മുൻപാകെ ബഹുമാന്യരും ആദരണീയരുമാണ്. Verse number 18, wives, submit yourselves
to your husbands as is fitting in the Lord. ഭാര്യമാരെ കർത്താവിൽ യോഗ്യമായ വിധം നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കുവിൻ. So there is a command here. ഇവിടെ ഒരു കൽപ്പനയുണ്ട്. What is the command? എന്താണ് ആ കൽപ്പന? Submit to your husbands. നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കുവിൻ. What is the command to the wife? എന്താണ് ഭാര്യമാർക്കുള്ള കൽപ്പന? Submit to the husband. നിങ്ങളുടെ ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കുക. That is the command. അത് ഒരു കൽപ്പനയാണ്. And what is the mode? എന്താണ് അതിന്റെ രീതി എന്നുള്ളത്? As is fitting in the Lord. ക്രിസ്തുവിൽ കർത്താവിൽ യോഗ്യമായ വിധം. പറഞ്ഞ കർത്താവിൽ യോഗ്യമായ വിധം. That is the mode of submission. കീഴ്പ്പെട്ടിരിക്കേണ്ട രീതിയെ കുറിച്ച് ഇവിടെ പറയുന്നത് കർത്താവിൽ യോഗ്യമായ വിധം. Somebody say hallelujah. ഒരു ഹല്ലേലൂയ. And what is the model? എന്താണ് അതിനുള്ള മാതൃക? How should the wife be submitted to the husband? എങ്ങനെയാണ് ഒരു ഭാര്യ ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കേണ്ടത്? Ephesians 5:22 through 24. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 22 മുതൽ 24 വരെ. Wives, submit to your own husbands as you do to the Lord. ഭാര്യമാരെ കർത്താവിന് എന്ന പോലെ നിങ്ങളുടെ സ്വന്തം ഭർത്താക്കന്മാർക്ക് വിധേയരായിരിപ്പിൻ. 23, for the husband is the head of the wife, and Christ is the head of the church, his body, of which he is the savior. ക്രിസ്തു തന്റെ ശരീരമാകുന്ന സഭയുടെ ശിരസ്സും അതിന്റെ രക്ഷകനുമായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാകുന്നു. And verse number 24, now as the church submits to Christ, so also wives should submit to their husbands in everything. സഭ ക്രിസ്തുവിനെ കീഴ്പ്പെട്ടിരിക്കുന്നത് പോലെ ഭാര്യമാരും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെട്ടിരിക്കട്ടെ. So 4 things are mentioned here. ഇവിടെ 4 കാര്യങ്ങളെ സൂചിപ്പിച്ചിരിക്കുന്നു. Write down quickly. വേഗത്തിൽ എഴുതിയെടുക്കുക. Submit to husbands as to Christ. കർത്താവിൽ എന്ന പോലെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കുക. Ephesians 5:22. എഫേസ്യ ലേഖനം 5:22. Number 2, രണ്ടാമത്തെ കാര്യം, recognize the headship of husbands. ഭർത്താക്കന്മാരുടെ ശിരസ് എന്നുള്ള സ്ഥാനത്തെ അംഗീകരിക്കുക, തിരിച്ചറിയുക. Ephesians 5:23. എഫേസ്യ ലേഖനം 5:23. Number 3, 3, be subject to husbands. ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കുക. Ephesians 5:24. എഫേസ്യർ 5:24. Then number 4, revere or respect your husband. നാലാമത്തേത് നിങ്ങളുടെ ഭർത്താവിനെ ബഹുമാനിക്കുക. ബ്ലെസ്സിംഗ് ടുഡേ പ്രാർത്ഥനാ ദിനം ആഗസ്റ്റ് 15 ശനിയാഴ്ച രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കുമെന്ന വിശ്വാസത്തോടെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുക. പ്രാർത്ഥനാ വിഷയങ്ങൾ കത്തുകളായോ ഇമെയിലായോ ഫോണിലൂടെയോ അറിയിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് നമ്മൾ ഒരുമിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, അനേക വർഷങ്ങളായി നടക്കാത്ത കാര്യങ്ങൾ, അനേക നാളുകളായി സൗഖ്യമില്ലാത്ത വിഷയങ്ങൾ, അനേക നാളുകളായി വേദനിപ്പിക്കുന്ന വിഷയങ്ങൾ, അതിനെല്ലാം യേശു മറുപടി നൽകും. നമുക്കെല്ലാവർക്കും ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. യേശുവെ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. ഈ സമയത്ത് അങ്ങയുടെ കൈകൾ നീട്ടി ദൈവികമായ സൗഖ്യം ഓരോ വ്യക്തികൾക്കും അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആർത്രൈറ്റിസ് ഈ സമയത്ത് സൗഖ്യമാകട്ടെ ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. സന്ധിവാദം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. വളരെ വ്യക്തമായി മറ്റൊന്ന്, പരിശുദ്ധാത്മാവ് എന്നെ കാണിച്ചു തരുന്നത് ലിവറിനോടനുബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ, ലിവർ പ്രോബ്ലം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. അപ്പോൾ തന്നെ കിഡ്നികളോട് അനുബന്ധിച്ചുള്ള രോഗങ്ങളിപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഡിസ്ഫങ്ഷണൽ കിഡ്നീസ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ചിലരുടെ ഷോൾഡർ പെയിൻ, സ്റ്റിഫായിരിക്കുന്ന, കൈ ഉയർത്താൻ കഴിയാത്ത ചിലരുടെ പ്രയാസത്തെ കർത്താവ് ഈ സമയത്ത് എടുത്തു മാറ്റുന്നു ഇൻ ജീസസ് നെയിം. ചില ജനിതക തകരാറുകൾ, ജന്മനാ ഉള്ള ചില തകരാറുകൾ യേശുവിൻ്റെ നാമത്തിൽ ഒരു വലിയ മിറക്കിളിലൂടെ കർത്താവ് എടുത്തു മാറ്റുകയാണ് ഇൻ ജീസസ് നെയിം. സ്കിൻ ഡിസീസുകൾ മാറിപ്പോകട്ടെ.
മൈഗ്രെയിൻ മാറിപ്പോകട്ടെ, സൈനസൈറ്റിസ് മാറിപ്പോകട്ടെ, ക്യാൻസർ സൗഖ്യമാകട്ടെ. ഈ സമയത്ത് കുഞ്ഞുങ്ങളില്ലാത്തവർ, ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർ ഈ സ്ക്രീനിലേക്ക് കൈ നീട്ടി പിടിച്ചുകൊണ്ട് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. യേശുവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഒരു പൈതലിനെ കൊടുത്ത് അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ ബ്ലസ് ചെയ്തിരിക്കുന്ന കർത്താവെ, താങ്ക് യു ജീസസ്. അപ്പോൾ തന്നെ ഹാർട്ടിൻ്റെ തകരാറ് ആരുടെയൊക്കെയോ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം. ഇനി നിങ്ങളുടെ പ്രശ്നം എന്താണെങ്കിലും ഈ സമയത്ത് അകത്ത് വിശ്വസിക്കുക. യേശുവിൻ നാമത്തിൽ ഏത് പ്രശ്നവും, സാമ്പത്തിക ബുദ്ധിമുട്ടും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവെ, നീ അങ്ങനെ അത്ഭുതകരമായി പ്രവർത്തിക്കുന്നതിനാൽ നന്ദി പറയുന്നു. എല്ലാ മഹത്വം കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് നൽകുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രത്യേകിച്ച് ഓർക്കുക, ഈ വീക്കെൻഡിൽ നമുക്ക് ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ ഇല്ല. എന്നാൽ വെള്ളിയാഴ്ച, ഈ ശനിയാഴ്ച, ഞായറാഴ്ച 3 ദിവസങ്ങൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. വെള്ളിയാഴ്ചയിലാണ് നമ്മുടെ ഹാപ്പി ഹോംസ് ഫാമിലി കോൺഫറൻസ് നടക്കുന്നത്. അതുകൊണ്ട് ദമ്പതിമാർ തീർച്ചയായും വരണം. വിവാഹം കഴിഞ്ഞൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും വരണം, അതിൽ സംബന്ധിക്കണം. നേരത്തെ തന്നെ ക്രമീകരണങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യണം. ശനിയാഴ്ച ബ്ലെസ്സിങ് ടുഡേ പ്രാർത്ഥനാ ദിനമാണ്. എല്ലാവരോടും മുന്നമേ ഞാൻ ആവശ്യപ്പെടുന്നു, നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ നേരത്തെ തന്നെ അയക്കുക. ആർക്കു വേണ്ടിയാണോ പ്രാർത്ഥിക്കേണ്ടത് അവരുടെ ഫോട്ടോഗ്രാഫ്സ് അയക്കാൻ തുടങ്ങുക. എന്ന് മാത്രമല്ല, ആ ദിവസം തീർച്ചയായും വരണം. കഴിഞ്ഞ വർഷം വരെ എല്ലാവർക്കും പ്രവേശനം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ പ്രാവശ്യം ദിസ് ഈസ് ഓപ്പൺ, യു ആർ വെൽക്കം. മാത്രമല്ല, ആ ഞായറാഴ്ചയും വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സൺഡേ സർവീസ് ആയിരിക്കും. ഈ 3 ദിവസങ്ങളിലേക്കും നിങ്ങളെ ഇപ്പോൾ സ്വാഗതം ചെയ്യുന്നു. മാത്രമല്ല, ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നുള്ള പുസ്തകങ്ങൾ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ.